ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഈ മഴയത്ത് നിൽക്കുന്നത് നമ്മുടെ കഴക്കൂട്ടത്തുള്ള പ്ലേറ്റഡ് കഫേയിലാണ് കേട്ടോ. നല്ല ചൂടോടുള്ള ഫ്രൈഡ് ചിക്കനും അവരുടെ സ്പെഷ്യൽ ഡൈനമൈറ്റ് ചിക്കനും ഹണി ചില്ലി അൽഫാം ഒക്കെ കഴിക്കണമെന്നുണ്ട്. ഒപ്പം തന്നെ ഇവർ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മന്തീസ് കൂടി ഞങ്ങൾ ഇന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഒന്നും അത്ര ആക്റ്റീവായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ഉറപ്പായിട്ടും ആക്റ്റീവായിരിക്കും. നല്ല നല്ല ഫുഡ് സ്പോട്സ് നമ്മുടെ വീഡിയോസിൽ നമ്മൾ കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ ഈ പ്ലേറ്റഡ് കഴക്കൂട്ടത്തിനകത്തുള്ള ആംബിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പ്ലേറ്റഡ് കഴക്കൂട്ടത്ത് ഇതിന് മുന്നേയും ഞങ്ങൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പ്ലേറ്റഡിലെ ബെസ്റ്റ് സ്റ്റാർട്ടർ ഐറ്റം ആയിട്ടുള്ള ഡൈനമൈറ്റ് ചിക്കൻ തന്നെയാണ് ഞങ്ങളും സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഈ ഡൈനമൈറ്റ് സോസിൽ കോട്ട് ചെയ്തിട്ടുള്ള ഈ ഡൈനമൈറ്റ് ചിക്കൻ ഉണ്ടല്ലോ, വേറെ ലെവൽ ടേസ്റ്റാണ്. ഞാൻ എൻ്റെ ഇതിന് മുന്നത്തെയും വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം. കഴിച്ചവർക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഒരു മെയിൻ കോഴ്സ് ഐറ്റത്തിൻ്റെ കനം തന്നെ ഉണ്ട് ഈ സ്റ്റാർട്ടറിന്. സ്റ്റാർട്ടർ ഐറ്റം എന്ന് പറഞ്ഞ് ചെറിയ പീസൊന്നുമല്ല, ആ ഡൈനാമൈറ്റിൻ്റെ ഒരു സ്ട്രിപ്പിന് തന്നെ നല്ല തിക്നെസ് ഉണ്ട്, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഇതാണ് പ്ലേറ്റല്ല മന്തി. അതിൻ്റെ ഒപ്പം തന്നെ 4 ഫ്ലേവർ കോട്ടർ അൽഫാമും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓറഞ്ച് അൽഫാം, ശ്രീലങ്കൻ അൽഫാം, കാന്താരി അൽഫാം, ഹണി ചില്ലി അൽഫാം. ഈ ലെമൺ പീസ് വെച്ചേക്കുന്നതാണ് കേട്ടോ ശ്രീലങ്കൻ അൽഫാം, കാരണം അതിൽ ശകലം ഒരു പുളിപ്പായിട്ടുള്ള ഒരു ഫ്ലേവറാണ്. പിന്നെ ഒരു 4 പീസ് ഫ്രൈഡ് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും ബന്നും ഡിപ്പൊക്കെ വരുന്ന ഒരു കോംബോയും ഞങ്ങൾ ട്രൈ ചെയ്തു. നല്ല ചൂടോടെ സെർവ് ചെയ്ത ക്രിസ്പി ആൻഡ് ജ്യൂസി ഫ്രൈഡ് ചിക്കനാണ്. ഇതിവിടുത്തെ ഒരു സ്പെഷ്യൽ മയോണൈസാണ് കേട്ടോ. ഫ്രൈഡ് ചിക്കനൊപ്പം വരുന്നൊരു അഡാർ കോമ്പിനേഷൻ തന്നെയാണ്. ആദ്യം ഫ്രൈഡ് ചിക്കനും സ്പെഷ്യൽ മയോണൈസിൽ ഡിപ്പ് ചെയ്ത് കഴിച്ചു നോക്കി, പിന്നെ കോൾസ്ലോയിൽ ഡിപ്പ് ചെയ്ത് കഴിച്ചു നോക്കി, പിന്നെ നോർമൽ മയോണൈസിൽ ഡിപ്പ് ചെയ്ത് കഴിച്ചു നോക്കി. എനിക്ക് സ്പെഷ്യൽ മയോണൈസും കോൾസ്ലോയും ഇവിടുത്തെ ഫേവറേറ്റ് ആണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ ഇവിടുത്തെ. ടേസ്റ്റിലും ഡിഫറൻസ് ഉണ്ട്. അതും ഡിപ്പിലൊക്കെ ഡിപ്പ് ചെയ്ത് അങ്ങ് ആസ്വദിച്ച് കഴിച്ചു. സാധാരണ ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് ഈ ഫ്രൈഡ് ചിക്കനോടൊപ്പം വരുന്ന ഈ ബന്നൊക്കെ എല്ലാവരും വേസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ബന്നും മയോണൈസും ഫ്രഞ്ച് ഫ്രൈസും ഫ്രൈഡ് ചിക്കനും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു. ഇതിവിടെ ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഷേക്കാണ് കേട്ടോ, മൈലോ ഷേക്ക്. നെക്സ്റ്റ് മന്തി ട്രൈ ചെയ്താലോ. ആദ്യം തന്നെ അൽഫാമിൽ എടുത്തിട്ടുള്ളത് ഈ പ്ലേറ്റഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റ് എല്ലാവരുടെയും മനസ്സിൽ ഓടി വരുന്നത് ഹണി ചില്ലി അൽഫാം തന്നെ ആയിരിക്കും. അപ്പോൾ ഹണി ചില്ലി അൽഫാം തന്നെ അങ്ങ് ട്രൈ ചെയ്തേക്കാം. കഴിച്ചിട്ടില്ലാത്തവർക്ക് ഞാൻ വീണ്ടും നിങ്ങളെ പറഞ്ഞ് കൊതിപ്പിക്കുന്നില്ല. നിങ്ങൾ ചെന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ തന്നെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഓറഞ്ച് അൽഫാം ആയതുകൊണ്ട് തന്നെ ഓറഞ്ചിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക്, പിന്നെ നോർമൽ അൽഫാമും പെരി പെരി അൽഫാമൊക്കെ കഴിച്ച് മടുത്തവർക്കും ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് വേണമെങ്കിൽ ശ്രീലങ്കൻ അൽഫാമും പിന്നെ നമ്മുടെ ഓറഞ്ച് അൽഫാമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓറഞ്ച് അൽഫാം ആയതുകൊണ്ട് തന്നെ ഓറഞ്ചിൻ്റെ ഫ്ലേവർ തന്നെയായിരുന്നു എടുത്ത് നിന്നിരുന്നത്. പിന്നെ ശ്രീലങ്കൻ അൽഫാമിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശകലം പുളിപ്പായിട്ടുള്ള ഒരു ഫ്ലേവറാണ്. ഒരുപാട് പേർക്ക് ഇവിടുത്തെ ശ്രീലങ്കൻ അൽഫാം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫ്ലേവർ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കുക. പക്ഷേ എനിക്ക് ഹണി ചില്ലി അൽഫാം കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാന്താരി അൽഫാം തന്നെയായിരുന്നു. അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ മയോണൈസിനേക്കാളും സ്പെഷ്യൽ മയോണൈസായിരുന്നു മന്തി റൈസിനോടൊപ്പം നല്ല കോമ്പിനേഷനായിട്ട് തോന്നിയത്. മസാലയുടെ ഫ്ലേവർ എൻഹാൻസ് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് ഇവിടുത്തെ മന്തിയിൽ എനിക്ക് തോന്നിയത്. നമ്മുടെ ഇന്ത്യൻ ടേസ്റ്റ് ബഡ്സിന് പറ്റിയൊരു മന്തി റൈസ് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ചോക്ലേറ്റ് ക്രീമി ആയിട്ടുള്ള മൈലോ ഷേക്കും ട്രൈ ചെയ്തു. അതൊരു മസ്റ്റ് ട്രൈ തന്നെയാണ്. ബാക്കി ഷോപ്പിലെ മന്തി റൈസുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യരുത് കേട്ടോ. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മന്തി റൈസാണ്. പിന്നെ 4 to 5 ടൈപ്സ് ഓഫ് ഷവർമാസും ഇവിടെ അവൈലബിൾ ആണേ.
ഇതാണ് ഇവിടുത്തെ മെനു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്കൊരു ലൈക്ക് തരിക. പിന്നെ നമ്മുടെ ഹംഗ്രി എന്ന ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾ പ്ലേറ്റഡിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഡിഷ് എന്താണെന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ പോയിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും പ്ലേറ്റഡ് കഴക്കൂട്ടം ഒന്ന് വിസിറ്റ് കൂടെ ചെയ്തേക്കുക.